ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലബീനുൻ ലബീനുൻ ലാ ലബീനുൻ ലാ ലബീനുൻ ലാ ലാ ലാമ് ഫതഹ ലാ ലബീനുൻ. അടുത്ത് അതിന്റെ എഴുത്ത് രീതി നിറം നൽകുക. അപ്പൊ 1 നമ്പർ ഇവിടെ കാണുന്നില്ല എല്ലാരും. 1ന്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് തുടങ്ങി ഇങ്ങനെ അവസാനിപ്പിക്കുക. 2 ഇനിയോ 3 ഇവിടെ നിന്ന് ഫതഹ് 4ലേക്ക്. അപ്പൊ അതിന്റെ എഴുത്ത് രീതി എഴുതി പഠിക്കുക. എന്നിട്ട് വൃത്തിയായിട്ട് നിറം നൽകുക. ലാമ് കസ്ർ ലി ലാ ലി ലു ലാമ് ലൊമ്മ് ലാ ലി ലു മനസ്സിലാക്കുക. ല എന്നത് നമുക്ക് മുകളിലൂടെ എഴുതി കൊടുക്കാം. ല ഫത്ഹ ല ല ഫത്ഹ് ല ല ലാമ് എന്താണ് ലാമ്. അപ്പൊ നമുക്കിവിടെ ലാമ എഴുതാം, ല എന്ന് എഴുതാം. അപ്പൊ ഇത് വൃത്തിയിൽ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അടുത്ത എന്താണ് താഴെയുള്ള ഈ വേർഡ്സുകളിൽ വന്ന ലാമുകൾ, ഹർക്കത്തോടുകൂടി മാറി വരുന്ന ലാമുകൾ ഏതാണെന്ന് നമുക്ക് പറയാം. ലിബുദുൻ ലിബുദുൻ. അപ്പൊ ഇതിൽ വന്നത് ലി ലിബുദുൻ ലി. ലുബ് 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 ലുബ്. അപ്പൊ ഇതിൽ വന്നത് ലു ലുബ് ലുബ് ലു. ബൽ ബൽ. അപ്പൊ ഇതില് അൽ ലി എന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ ശരിക്കും ഉച്ചാരണം മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ അൽ. അപ്പൊ അതേപോലെ എല്ലാ അക്ഷരങ്ങളും വരുമ്പോ ബൽ തൽ കൽ. നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞു നോക്കുക. തൽ ദൽ. മനസ്സിലായില്ലേ? അപ്പൊ ലി എന്ന ഉച്ചാരണം മനസ്സിലാക്കുക. എഴുത്ത് രീതി ലാമ് സുക്കൂന്. ഇവിടെ ഈ പദങ്ങളുടെ അർത്ഥങ്ങളൊന്നും കുട്ടികൾക്ക് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നല്ല. എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ലിബുദ് എന്ന് പറഞ്ഞാല് കമ്പിളി എന്നാണ്. ലുബ് ലുബുൻ എന്ന് പറഞ്ഞാല് സൗമ്യൻ. ലുബ് ലുബുൻ. ലി ലാമ് കസ്റ് ലു ലാമ് ലൊമ്മ് ലി ലാമ് സുക്കൂന്. മനസ്സിലാക്കുക. താഴെയുള്ള വേർഡ്സുകളൊക്കെ വായിക്കുക. അതില് ലാമ് വന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലബനുൻ ലാ ലബനുൻ ലാ ലബ്സുൻ ലാ ലബ്സുൻ ലാ അലമുൻ ലാ അലമുൻ ലാ ബലലുൻ ബലലുൻ. ലാ വന്നു ലുൻ വന്നു. ബലലുൻ. 2 ലാമ് ചേർത്ത് എഴുതി കണ്ടില്ലേ? ബലലുൻ ബലലുൻ ലാ ലുൻ. ലുബദുൻ ലുബദുൻ ലു. ലിബ്നുൻ ലി ലിബ്നുൻ ലി. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് വായിച്ചാലും മതിയായിട്ട് അക്ഷരങ്ങള് നമുക്ക് റെഡ് കളറിൽ തന്നത് ഏതൊക്കെയാണെന്ന് കുട്ടികൾ പറയാ. ഇത് ലാ 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 ലുൻ ലു ലി. അങ്ങനെ പഠിക്കുക. ഇനി അടുത്തത് എന്താ വർക്ക്? നെക്ര വായിക്കാനാണ് കേട്ടോ. ലാ ലി ലു ലുൻ അൽ ലാമ്. ഒന്നും കൂടെ വായിക്കാം. ലാ ലി ലു ലുൻ അൽ ലാമ്. ഒന്നെല്ലാവരും ഒന്ന് വായിച്ചോട്ടെ. ലാ ലി ലു ലുൻ അൽ ലാമ്. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ എന്താണ് എഴുതാനാണ്. വായിക്കണം എന്നിട്ട് എഴുതണം. അപ്പോ 1 തുടങ്ങാം. എന്താണ് ഫസ്റ്റ് അക്ഷരം? എന്താണ് ത ത. അടുത്തതോ ലി ലി. ഇതിനോട് ചേർത്ത് എഴുതുക. ദു തലിദു 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 എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവനായിട്ട് എഴുതുക. അടുത്തതാ അൽ അൽ ബ. അതിന്റെ ഇടയിൽ ബ വന്നിട്ടുണ്ട്. ചേർത്ത് എഴുതിയ ബ. അൽ ബ ന അൽ ബന അൽ ബ ന അൽ ബന
അൽബന. അപ്പൊ അത് പറഞ്ഞ് അൽ എന്ന ഉച്ചാരണം നന്നായി മനസ്സിലാക്കി എഴുതുക. അടുത്തതാ ഇൽ തബദ. ഇൽ അൽ എന്ന് പഠിച്ചു. ഇൽ 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 തബദ. അപ്പൊ അതുപോലെ പറഞ്ഞെഴുതുക. അടുത്തതാ ബലദുൻ. ബലദുൻ ബലദുൻ. ലാമ ഇടയിലാണ് വന്നത്. അപ്പൊ ഇതിന്റെ ഇത് മനസ്സിലാക്കാം. ബലദുൻ. അടുത്തതാ ബലലുൻ. ബലലുൻ. രണ്ട് ലാമ അടുപ്പിച്ച് വന്നിട്ടുണ്ട് ഇവിടെ. ബലലുൻ ബലലുൻ. ഇതൊക്കെ കുട്ടികള് ലാമൊക്കെ അടുപ്പിച്ച് വരുന്നതും ഉച്ചാരണമൊക്കെ പഠിക്കുക. എക്സാമിന് പേപ്പറിലുണ്ടാവും. ഇത് വായിക്കാൻ പറയൂ ഉസ്താദ്. അപ്പൊ വായിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ബലലുൻ എന്ന് വായിക്കാൻ കഴിയണം. ചേർത്ത് വരുന്ന ലാമുകളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് എന്താണ്? മുൻഷിദാണ്. നമുക്കത് ബാർകോഡ് സ്കാൻ ചെയ്ത് പാടിയാലോ? بكسر اللام ليلي بضم اللام لولولو بل بسكون بل 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 بفتح اللام لا 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 بكسر اللام ليلي بضم اللام لولولو بل بسكون بل بل بل. അപ്പൊ ഇവിടെ ഫതഹിൽ ലാമി. ലാമിന് ഫതഹ് നൽകിയാൽ. ലാ ലാ ലാ. ലാമിന് കസ്ർ നൽകിയാൽ. ലീ ലീ ലീ. ലാമിന് ലൊമ്മ നൽകിയാൽ. ലു ലു ലു. ലാമിന് സുക്കൂൻ നൽകിയാൽ. ലാമിന് സുക്കൂൻ നൽകിയാൽ ബൽ ബൽ ബൽ. ഇവിടെ മനസ്സിലാക്ക. സുക്കൂന് വന്നത്, കസ്ർ വന്നത്, ഫതഹ് വന്നത്, ലൊമ്മ വന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇനി താഴെയുള്ളതില് നമുക്ക് വേർഡ്സുകളിൽ നിന്ന് ലാമ് വന്നത് ഏത് ഹർക്കത്തോട് കൂടിയാണെന്നുള്ളത് ഈ ചതുരത്തിലേക്ക് എടുത്തെഴുതുക. അമലുൻ. അമലുൻ. അപ്പൊ ഇതില് നമ്മള് ലുൻ എന്നത് ഇതിലേക്ക് എഴുതി കൊടുക്കുക. അടുത്തതാ ലുഅത്തുൻ. ലുഅത്തുൻ. ലു ലു എന്ന് അവർക്ക് എഴുതാം. അടുത്തതാ ലൗനുൻ. ലൗനുൻ. അപ്പൊ ലാ വന്നു എഴുതാം. അടുത്തതാ ലൗഹുൻ. ലൗഹുൻ. ലാ തന്നെ വന്ന് എഴുതാം. അടുത്തതാ ലൈലുൻ. ലൈലുൻ. ലാമുണ്ട്, ലാ എന്നുണ്ട്, ലുൻ എന്നുണ്ട്. മനസ്സിലായില്ല? ലൈലുൻ. അപ്പൊ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. അമലുൻ, ലുഅത്തുൻ, ലൗനുൻ, ലൗഹുൻ, ലൈലുൻ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വായിക്കാം. അടുത്തെന്താണ്? നഖ്റഉ വ നക്തുബു. നമുക്ക് വായിച്ചിട്ട് എഴുതണം. അപ്പൊ ഫസ്റ്റ് ഇവിടെ 4 ബേർഡ്സ് 4 പ്ലേ കാർഡ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ബേർഡിന്റെ അടുത്തുള്ളതിൽ എന്താണ് നമുക്ക് വായിക്കാം? ലിബദുൻ. ലിബദുൻ. ആ വായിച്ചത് താഴെയുള്ള ഈ പ്ലേ കാർഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് എഴുതണം. അപ്പൊ അത് വൃത്തിയില് ലിബദുൻ എന്ന് നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാം. അടുത്ത ബോക്സിൽ എന്ത് എഴുതാം? അടുത്ത കിളി എന്താ പിടിച്ചത് വായിക്കാം. ലദുൻ. 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 അപ്പൊ അത് രണ്ടാമത്തെ ബോക്സിലേക്കും കൊണ്ടുവന്ന് എഴുതാം. അടുത്തതാ മൂന്നാമത്തതോ ബദലുൻ. 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 അപ്പൊ ദാലിനോട് കൂടി അക്ഷരം ചേർത്ത് എഴുതാത്തത് ഇവിടെ മനസ്സിലാക്കണം കേട്ടോ. ബദലുൻ. അപ്പൊ അത് മൂന്നാമത്തെ ബോക്സിലും കൊണ്ടുവന്ന് എഴുതാം. അടുത്തത് നുബുലുൻ. 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 അപ്പൊ ഇത് ഇവിടെയൊക്കെ എഴുതാം. വായിക്കുക, എന്നിട്ട് വേണം എഴുതാന്. അപ്പൊ അത് വൃത്തിയിൽ എഴുതല്ല കേട്ടോ. കളർ പെൻസിലൊക്കെ അതുപോലെ കളർ പെൻസിലൊക്കെ ഉപയോഗിച്ചാല് നല്ല ഭംഗിയിൽ എഴുതാൻ കഴിയും കേട്ടോ. അപ്പൊ അതൊക്കെ അനുസരിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഉണ്ടാവുക കേട്ടോ. ഇനി ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ച അക്ഷരങ്ങളുണ്ട്. അലിഫ്, ബ, ത, ദാല്, നൂന്, ലാമ്.
നമ്മൾ പഠിച്ച ഫത്തഹ്, ലമ്മ്, കസറ്, സുക്കൂന്, തൻവീൻ, ലമ്മ്, ലമ്മ, തൻവീൻ. അപ്പൊ അതെന്താണ്, നിങ്ങള് ഓരോ അക്ഷരത്തിനും ഓരോ ഹർക്കത്തുകളൊക്കെ ഒന്ന് ചേർത്ത് നമ്മൾ പഠിച്ചതൊന്ന് ഓർത്തെടുത്ത് പറയാം. നൂനിന് ലമ്മ വന്നാൽ ന്യൂ, താഇന് തൻവീൻ ലമ്മ വന്നാൽ തുൻ. അങ്ങനെ ഓരോന്നും എല്ലാവരും പറഞ്ഞ് പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിലുള്ളത്.